എല്ലിന് ബലം കൂട്ടാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും സിമ്പിൾ. യു ആർ ടോക്കിംഗ് അബൌട്ട് ഓസ്റ്റിയോപോറോസിസ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഓസ്റ്റിയോപോറോസിന് പ്രധാനമായിട്ടും 4 ട്രീറ്റ്മെൻ്റ് ആണുള്ളത്. നമ്പർ 1 അക്കോർഡിംഗ് ടു ദ ഓർഡർ. നമ്പർ 1 ഈസ് ആക്ടിവിറ്റി ലെവൽ. നമുക്ക് ഒരു നമ്മൾ വളരെ സെഡൻറ്ററി ആണ്, അല്ലെങ്കിൽ ഇപ്പം ഇഫ് ഇറ്റ്സ് ഫോർ എ പാരലൈസ് പേഴ്സൺ, ബോൺ ഡെൻസിറ്റി ആൻഡ് ബോൺ സ്ട്രെങ്ത് വിൽ ബി വെരി ലിമിറ്റഡ്. കാരണം നമ്മുടെ ബോഡി നമ്മുടെ അടുത്ത് പറയും ഇത്രത്തിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ആക്ടിവിറ്റി ലെവൽ, നമ്മൾ ഇംപ്രൂവ് ദ ആക്ടിവിറ്റി ലെവൽ, ഗോ ഫോർ വാക്സ്. സെക്കൻഡ് തിങ് ഈസ് എക്സ്പോഷർ ടു സൺലൈറ്റ്. നമ്മൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഘടകങ്ങൾ എല്ലിന് വിറ്റമിൻ ഡിയും കാൽസ്യവുമാണ്. വിറ്റമിൻ ഡി ഈസ് പ്രൊഡ്യൂസ് അണ്ടർ ദ സ്കിൻ ഫ്രം കൊളസ്ട്രോൾ ഓൺ എക്സ്പോഷർ ടു സൺലൈറ്റ്. സോ അപ്പോൾ രാവിലെ ഉദയസൂര്യൻ അല്ലെങ്കിൽ അസ്തമയ സൂര്യൻ സമയത്ത് നമ്മൾ നടക്കാൻ പോകുന്നത് നമ്പർ 1 നമ്പർ 2 ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ആക്ടിവിറ്റി ലെവൽ ആൻഡ് എക്സ്പോഷർ ടു സൺലൈറ്റ്. രണ്ടാമത് ഗുഡ് ഡയറ്റ് വിച്ച് ഈസ് റിച്ച് ഇൻ കാൽസ്യം ആൻഡ് വിറ്റമിൻ ഡി. മിൽക്ക് പ്രോഡക്ട്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, എഗ് വെരി ഇമ്പോർട്ടൻറ്റ്, മീറ്റ്, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിനകത്ത് കാൽസ്യവും വിറ്റമിൻ ഡിയും വളരെ കൂടുതലായിട്ട് കാണും. സോ ഡയറ്റ് ഈസ് നമ്പർ 3. നമ്പർ 4 വിൽ ബി കാൽസ്യം ആൻഡ് വിറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് എക്സ്പെഷ്യലി ഇൻ ലേഡീസ് ഒരു 30 വയസ്സ് കഴിയുമ്പോഴത്തേന്, ബിക്കോസ് ഓഫ് ലൈക്ക് പ്രഗ്നൻസി, ലാക്ടേഷൻസ്, പീരിയഡ്സ്, ദർ വിൽ ബി ലോട്ട് ഓഫ്, പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മെനോപോസ് കഴിയുമ്പം ഈസ്ട്രോജൻ്റെ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുമ്പോഴത്തേന് എല്ലിൻ്റെ കട്ടി കുറയാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ലേഡീസ് ആഫ്റ്റർ ദ ഏജ് ഓഫ് 30 should get their calcium and vitamin D checked, and if it is less they should take calcium and vitamin D supplementation. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നത്. ദർ ആർ മെഡിസിൻസ്. നമുക്കിപ്പോൾ ഒരു ഫ്രാക്ചേഴ്സ് ഉണ്ടായി, അല്ലെങ്കിൽ നമ്മൾ ബോൺ മിനറൽ ഡെൻസിറ്റി, അതിന് ഡെക്സാ സ്കാൻ എന്ന് പറയും, ഡ്യുവൽ എനർജി എക്സ്റേ അബ്സോർപ്ഷിയോമെട്രി, ആ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ബോൺ ഡെൻസിറ്റി കുറവാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ നമുക്ക് ഫ്രാക്ചേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയുള്ളവരിൽ നമ്മൾ ആക്റ്റീവായിട്ട് ഇൻ്റർവീൻ ചെയ്യണം. നമ്മൾ എല്ലിൻ്റെ കട്ടി കൂടാനുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ വൺസ് എ വീക്ക് മെഡിക്കേഷൻസ് ഉണ്ട്, എവറി 6 മന്ത്ലി ഇഞ്ചെക്ഷൻസ് ഉണ്ട്, 1 ഇയർലി ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലിൻ്റെ കട്ടി കൂടാനുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അത് only if it is documented and diagnosed to have osteoporosis. BMD കുറവുള്ളവരിൽ മാത്രം അത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഓവർ വെയ്റ്റും ആയിട്ടുള്ള ഒരാളും ജോയിൻറ്റ് പെയിനും തമ്മിൽ എത്രത്തോളം കണക്റ്റഡ് ആണ്? ഡെഫിനറ്റ്ലി അത് കണക്റ്റഡ് ആണ്. ഈ നീ എന്ന് പറയുന്നത് ഒരു ലോഡ് ബെയറിംഗ് ജോയിൻ്റ് ആണ്. നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് താങ്ങുന്നത് നമ്മുടെ നീ ആണ്. അപ്പം എന്തായാലും അവർക്ക് യൂഷ്വലി നമ്മുടെ അവർക്ക് വേറെ ഇഷ്യൂസ് ഉണ്ടാവും. ഇതിൽ ബേസിക്കലി പ്രോബ്ലം വരുന്നവരുടെ അലൈൻമെൻ്റ് ആണ്. ഈ ഒബീസ് പേഷ്യൻസിന് ഡെഫിനറ്റ്ലി ഒരു മാൽ അലൈൻമെൻ്റ് ഉണ്ടാവും. നോർമൽ അലൈൻമെൻ്റ് ആയിരിക്കില്ല മുട്ടിനുള്ളത്. അപ്പോൾ നമ്മളൊരു വെയിറ്റ് ബെയറിംഗ് ആക്സസ് വരയ്ക്കുകയാണെങ്കിൽ അവരുടെ ഈ മുട്ടിൻ്റെ മീഡിയൽ സൈഡിലായിരിക്കും കൂടുതൽ ഈ വാരസ് ഡിഫോമിറ്റി എന്ന് പറയും. അപ്പോൾ ഈ മീഡിയൽ സൈഡിലായിരിക്കും കൂടുതൽ ലോഡ് വരുന്നത്. അപ്പോൾ അങ്ങനെ സ്ട്രെസ് ചെയ്യുന്ന ജോയിൻറ്റിന് ആ മീഡിയൽ സൈഡ് കംപ്ലീറ്റ് തേഞ്ഞു പോകും. പ്രോഗ്രസീവ്ലി അവർ മുട്ട് വളഞ്ഞു വരും. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയറക്റ്റ് റിലേഷൻ ഉണ്ട് ഈ ഒബേസിറ്റിക്ക്. പിന്നെ ബാക്കി കോമോർബിഡിറ്റീസും ഉണ്ട്. അവരുടെ അവരുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് നമ്മൾ പറയില്ല. അതായത് അവരുടെ ആക്ടിവിറ്റി ലെവല്. ഇപ്പോൾ ഒബീസായിട്ടുള്ള ഒരാൾക്ക് ഒട്ടും ആക്ടിവിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ബോൺ ക്വാളിറ്റി മോശമായിരിക്കും. അപ്പം അങ്ങനെ ഇതെല്ലാം കൺഫൗണ്ടിങ് ഫാക്ടേഴ്സാണ്. പ്രത്യേകിച്ച് നീ റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ ഔട്ട്കം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഉണ്ടാകുന്ന ഈ ഔട്ട്കം ഉണ്ടല്ലോ, അതിനൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്യാൻ. പേഷ്യൻറ്റ് സെലക്ഷൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് കറക്റ്റ് ചെയ്യണം. അല്ലാണ്ട് ഇതിപ്പോൾ ഒരു കയ്യോ കാലോ ഒടിഞ്ഞു വന്നിട്ട് നമ്മൾ നേരെ തിയേറ്ററിലെടുത്ത് ചെയ്യുന്ന പോലെയല്ല. ഇത് ഡെഫിനറ്റ്ലി ഒരു ഇലക്റ്റീവ് പ്രൊസീജിയറാണ്. അപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി ജിമ്മിൽ പോകുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാവുമല്ലോ. ഇപ്പം കുറേ നാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജിമ്മിൽ വേദന ഉണ്ടാവും. പക്ഷേ ശരിക്കും പ്രോപ്പറായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എല്ലാം നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് കറക്റ്റ് ആണെങ്കിൽ ഈ വേദന കുറച്ച് കഴിഞ്ഞ് പോകും എന്നാണ് പറയുന്നതല്ലോ. അപ്പോൾ ഈ ജിമ്മിൽ ഇംപ്രോപ്പറായിട്ടുള്ള പോസ്ചറുകൾ കൊണ്ടുള്ള ആ വേദന എങ്ങനെ തിരിച്ചറിയുക, അങ്ങനെ ഒരു വഴിയുണ്ടോ? നമ്മൾ ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ ബേസിക്കലി കണ്ടീഷനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്രോപ്പർ സ്ട്രെച്ചിങ് എക്സസൈസസ്, നമ്മൾ മസിലിൻ്റെ നമ്മളെപ്പോഴും മസിൽസ് എല്ലാം ഒരു കൺട്രാക്റ്റഡ് സ്റ്റേജിലാണ് ഇരിക്കുന്നത്.
നമ്മൾ അതിനെ ഒന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്തിട്ട് വേണം. നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ വിൽ ബി ഡൂയിങ് ലെഗ്സ് ഓർ ആംസ് ഓർ അബ്ഡമൻ, അങ്ങനെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആയിരിക്കും നമ്മൾ ഒരു പർട്ടിക്കുലർ ഡേ ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ നമ്മൾ ഒരു കൺട്രാക്റ്റഡ് സ്റ്റേജിൽ നിന്ന് ഒരു സ്ട്രെച്ച്ഡ് ഔട്ട് സ്റ്റേജിലോട്ട് വന്നിട്ട് വേണം നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ നമ്മൾ സ്ട്രെങ്തനിങ്ങും നമ്മൾ കൺട്രാക്റ്റഡ് മസിൽ സ്ട്രെങ്തനിങ്ങിലേക്ക് നമ്മൾ പോകാനായിട്ട്. അപ്പോൾ വാർമിംഗ് അപ്പ് ആൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ നമ്മൾ കണ്ടീഷൻഡും ആയിരിക്കണം നമ്മുടെ മസിൽസ്, നമ്മുടെ സ്ട്രെങ്തും നമ്മൾ മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. മുട്ടുവേദന ഇല്ലാതാക്കാനായിട്ടുള്ള 3 സിമ്പിൾ എക്സസൈസസ് എന്തായിരിക്കും? ഓവറോൾ ഇതൊരു കണ്ടീഷനിങ് പോലെ. ഇപ്പം നമ്മളിപ്പോൾ ഒരു പൂച്ചയൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. പോവാ. അപ്പോൾ അത് വളരെ കോർഡിനേറ്റഡാണ്. അപ്പോൾ അതേപോലത്തെ ഒരു ഫിറ്റ്നസ് ലെവലിലോട്ട് നമ്മൾ മാറണം. ഫിറ്റ്നസ് ലെവൽ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇപ്പം ജിമ്മിൽ പോയിട്ട് ഈ കോർട്ടിസെപ്സ് കുറച്ച് സ്ട്രോങ് ആക്കി എന്ന് പറഞ്ഞാൽ മുട്ടുവേദന മാറത്തില്ല. ഓവറോൾ നമ്മൾ ആ ഓവറോൾ ഹെൽത്ത്, അതായത് അതിൻ്റെ ബോഡി കറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കണം, വെയിറ്റ് കറക്റ്റ് പ്രൊപ്പോർഷനിലായിരിക്കണം, ന്യൂട്രീഷൻ കറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കണം. അതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കണ്ടീഷനിങ് നമ്മൾ നേരത്തെ നേരത്തെ കാണിച്ചതുപോലെ ഒരു മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ വേറൊരു മസിൽ ഈക്വൽ രീതിയിൽ റിലാക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് പ്രോപ്പർ ട്രെയിനിങ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മൾ റെഗുലറായിട്ടുള്ള എക്സസൈസ് ചെയ്ത് മെച്ചുറേഷൻ വരണം, അതിന് ആ ന്യൂറോ മസ്കുലർ കോർഡിനേഷനൊക്കെ വരണം. അപ്പോൾ അതിനകത്ത് സിമ്പിളായിട്ടുള്ള എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു എക്സസൈസ് റെഗുലർലി, ഡോണ്ട് ഓവർ ഡു ഇറ്റ്. നമ്മൾ ഒരിടയ്ക്ക് നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ കൂടിയിട്ട് പെട്ടെന്ന് ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്ത് ശരിയാവുമെന്ന് വെച്ചാൽ അങ്ങനെ നടക്കത്തില്ല. കാരണം ബോഡിക്ക് അതിൻ്റേതായ ടൈം വേണം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പോയി ജിമ്മിൽ പോയിട്ട് ആദ്യം തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഞ്ചുറീസ് വരും. അതുകൊണ്ട് സ്ലോ ആയിട്ടേ നമ്മൾ പ്രോഗ്രസ് ചെയ്യാവൂ. ശരിക്കും വാമപ്പ് ചെയ്ത് ഹോൾ ബോഡി എക്സസൈസ് ചെയ്ത് വാമപ്പ് ചെയ്ത് കണ്ടീഷനിങ് ആയിട്ട് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാവൂ. പോസ്ചർ വളരെ ഇമ്പോർട്ടൻ്റാണ്. നേരെ പോയിട്ട് നമ്മൾ കുനിഞ്ഞൊക്കെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പ്രോബ്ലം, അങ്ങനെയാണ് ഒരുപാട് പേർക്ക് ഇഞ്ചുറി വരുന്നത്. ഒരു മസിൽ തന്നെ ഡെവലപ്പ് ചെയ്യാൻ നോക്കിയാലും പ്രശ്നം വരും. എല്ലാവരും പോയി ബൈസെപ്സൊക്കെ മാത്രം ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയല്ല. ഹോൾ ബോഡി, അതായത് ബാക്ക് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്, പുറകിലുള്ള എക്സസൈസ്. അപ്പോൾ അതിനുള്ള രീതിയിൽ നല്ല ട്രെയിനറെ വെച്ച് നല്ല ഭംഗിയായിട്ട് അത് ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സിമ്പിൾ, യു വോണ്ട് ഹാവ് നീ പെയിൻ. വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇതാണ്, പയ്യെ തിന്നാൽ പോലെ നമ്മൾ ചെയ്യണം എന്നുള്ളത്. ഇത് പതുക്കെ തുടങ്ങി അറ്റത്തിലേക്ക് എത്താൻ. പിന്നെ ഞാൻ എപ്പോഴും സംശയിക്കാറുള്ള ഒരു കാര്യമാണ്, ഈ ഞാൻ മുട്ട് മാറ്റി വെച്ച് കണ്ട ആളുകളെല്ലാവരും തന്നെ ഒബീസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ പ്രായമായി കഴിഞ്ഞിട്ട് അധികം തടിയില്ലാത്തവരും മാറ്റി വെച്ച് കണ്ടിട്ടുണ്ട്. അത് പക്ഷേ ആ സമയം ഇപ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടെന്നൊക്കെ. ഇപ്പം മെലിഞ്ഞ ആളുകൾക്ക് നീ റീപ്ലേസ്മെൻറ്റ് മുട്ടിന് തേയ്മാനം വരുമോ? അല്ല, ഇത് ബേസിക്കലി നമ്മൾ ഈ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് തന്നെ പ്രായമായിട്ടുള്ള ആൾക്കാർക്കാണ്. ഓക്കെ, ഇപ്പോൾ മെലിഞ്ഞ ആൾക്കാർക്കും വരാം. അവർക്ക് ശരീരഭാരം അങ്ങനെ താങ്ങേണ്ടി വരണില്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണ്? അല്ല, അതാ പറയുന്നത്, അതിന് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് ആക്ച്വലി. കുറേയൊക്കെ ജെനറ്റിക്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഈ മാൽ അലൈൻമെൻറ്റ് ഒരു വലിയ ഇഷ്യൂ ആണ്. ഈ മുട്ടിൻ്റെ അലൈൻമെൻറ്റ് വ്യത്യാസം ഉണ്ടാവും പലർക്കും. അപ്പോൾ അതുകൊണ്ട് വരുന്ന ഇതുകളുണ്ട്. പിന്നെ ഓവർലോഡിങ്, ഇപ്പോൾ കുറേ ഈ മാനുവൽ ലേബറേഴ്സ് ഉണ്ടാവും, അതുപോലെ ഒരുപാട് ലോഡ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ പെട്ടെന്ന് തേഞ്ഞു പോകാം. അവരുടെ ലൈഫിലെ ആക്ടിവിറ്റീസ് കാരണം അവർക്ക് ഇതുപോലെ പ്രോബ്ലംസ് ഉണ്ടാവാം. പിന്നെ വരുന്നത് ഈ മുട്ടിനെ ബാധിക്കുന്ന വേറെ ടൈപ്പ് അസുഖങ്ങൾ. ഇപ്പോൾ ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അത് ഒബിസിറ്റി ആയിട്ട് ബന്ധമില്ല അതിന്. അത് ഈ പോലെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു ബ്രോഡ് ഇത് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് മുട്ടിന് പ്രോബ്ലംസ് വരാം. ഒബിസിറ്റി മാത്രം അതിനെ എങ്ങനെ പറയാൻ പറ്റില്ല. ഒരു പ്രീവിയസ് ട്രോമ, നമ്മളിപ്പോൾ ഒരു ലിഗമെന്റ് ഇഞ്ചുറി അല്ലെങ്കിൽ പണ്ടൊരു മുട്ടിലുള്ള ഫ്രാക്ചർ, അത് എക്സാജറേറ്റ് ചെയ്യാനായിട്ട് തേയ്മാനം എക്സാജറേറ്റ് ചെയ്യാം. അതിനപ്പം ഒബീസിറ്റി ഒരു ഘടകം എന്നുള്ളതല്ലാതെ അതൊരു ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഘടകമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഘടകം വിൽ ബി ജെനറ്റിക്സ്. നമ്മുടെ എവറിത്തിങ് ഇൻ ലൈഫ് ഈസ് ജെനറ്റിക്സ്. മുട്ടിൻ്റെ കാർട്ടിലേജ്, ദ ക്വാളിറ്റി ഓഫ് കാർട്ടിലേജ് ദാറ്റ് യു ഇൻഹെറിറ്റ്. അതുപോലെ തന്നെ നമ്മളിപ്പം ഡയബറ്റീസ് ഉണ്ടാകാനുള്ളതോ നമുക്ക് പ്രഷർ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള റീസൺ പോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി ഓഫ് കാർട്ടിലേജ് യു ഇൻഹെറിറ്റ് ഫ്രം അവർ പേരൻസ്. അങ്ങനെയുണ്ട്. ഓക്കെ.